പണക്കാരൻ കൂടുതൽ പണക്കാരനും ദരിദ്രൻ കൂടുതൽ ദരിദ്രനുമാകുന്ന കാലമാണ് ഇത്. അങ്ങനെ ഒരു കെട്ട കാലത്ത് ഉള്ളവനേവനും കൊടുക്കപ്പെടും, ഇല്ലാത്തവനോട് ഉള്ളതും കൂടെ എടുത്തു കളയുമെന്ന് യേശു പറയുന്നത് എന്ത് അർത്ഥത്തിലാണ്? ധനികൻ കൂടുതൽ ധനികനാകുമെന്നല്ല യേശു അർത്ഥമാക്കുന്നത്. കാരണം ഇന്നത്തെ വേദഭാഗത്തിന് തൊട്ടുമുകളിലുള്ള ഭാഗത്ത് തൻ്റെ അന്യായമായ സമ്പാദ്യങ്ങൾ ദരിദ്രർക്ക് മടക്കി കൊടുക്കുമ്പോഴാണ് സക്കായിക്ക് രക്ഷയുണ്ടാകുന്നതായി നാം വായിക്കുന്നത്. 11-ാമത്തെ വാക്യമാണ് നാം ഇന്ന് ധ്യാനിക്കുന്ന ഉപമയുടെ താക്കോൽ. ദൈവരാജ്യം ഉടൻ വെളിപ്പെടുമെന്ന് കരുതി അലസരായിരിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പാണ് യേശു നൽകുന്നത്. കാര്യവിചാരകത്വം നിഷ്ക്രിയമായ കാത്തിരിപ്പല്ല, കർത്തവ്യനിരതമായ വിശ്വസ്തതയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ.